അവനെന്തില്ലടി? പാതിരാത്രി 12 മണിക്ക് എങ്ങാണ്ടാ വന്ന് കിടന്നത്. വേലി ചാടിയിട്ടാന്ന് തോന്നുന്നു. കോലുകൊണ്ട് കൊതമുറിഞ്ഞിട്ടുണ്ട് ചെറുക്കൻ്റെ. അവനെന്നതിന് വേലി കാണാൻ പോണേ? അതെങ്ങനെയാ? മത്തം കുത്തിയ കൊമ്പളം മുളയ്ക്കോ? പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. ഹലോ, ഫയറാടാ. ഹലോ. ഹലോ പപ്പ. ആ പറടാ ജോണേ. എനിക്കിന്ന് രാവിലെ മുതലൊരു മോഹം. എന്താടാ കൂട്ടാ? നീ എങ്ങോട്ടാണ് ചെറുക്ക ഈ രാവിലെ തന്നെ? നിനക്ക് പല്ലൊന്നും തേക്കണ്ടായോ? പല്ലൊക്കെ എന്നോണ്ടേ? അതിനു മുമ്പല്ലേ ഞാനുണ്ടേ. നിനക്ക് ചായയും വേണ്ടേ? വേണ്ട. എവനെങ്ങോട്ടാ ഈ വാണം വിട്ട പോലെ പോണേ? ഇത് വാണത്തിലൊന്നും നിക്കില്ല എന്റെ പൊന്നപ്പാ. എടാ മോനെ, ഈ ഷഡ്യെങ്കിലും ഇട്ടുണ്ട് പോടാ. എവിടെ ഇങ്ങേരല്ലേ മുതല്? ഇത് ഷഡ്യോ അത് ചീനോല്? എടാ ജോണ്, പൊളിച്ചു. നല്ല തീരുമാനം. 14 വർഷമായിട്ടുള്ള നിന്റെ ബ്രഹ്മചര്യം നിന്ന് തകർക്കാൻ പോവല്ലേ? വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. അതെ, പെണ്ണിനെ വേണമെന്ന് പറഞ്ഞത് ഇന്നൊരു ദിവസത്തേക്കാണോ അതോ ലൈഫ് ലോങ് ആണോ? ലൈഫ് ലോങ് ആണെങ്കിൽ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? അത് വീട്ടുകാർ പോയിക്കോളും. ഇത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം. ഓ, ബ്രഹ്മചര്യം ബ്രേക്ക് ചെയ്യാനൊരു ബ്രേക്ക് ഇല്ലാത്ത പീസ്. അത് കലക്കിയാളിയാ. അല്ലെങ്കിൽ നമ്മൾ ഈ ഷാമ്പു ഒക്കെ വാങ്ങുമ്പോൾ ഒരു രൂപയുടെ സാമ്പിൾ പാക്കറ്റ് വാങ്ങിക്കുന്ന പോലെ അത്രേ ഉള്ളൂ. അതന്നെ, എന്റെ ബ്രഹ്മചര്യത്തിന് എവനിക വീഴ്ത്തുവാൻ എനിക്കിന്നൊരു അഭിസാരികയെ വേണം. നീ ആര്? തുഞ്ചത്തെഴുത്തച്ഛനോ? പൂശാൻ ഒരു വെണ്ണ് അത്രയും മതി. അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ആ, അങ്ങനെയും പറയാം. അങ്ങനെ പണയാവൂ. നിന്റെ ചങ്കായ ഞാൻ എന്തിനും ഇതുവരെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതിനും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്തായാലും ഇതൊരു വേട്ടിച്ചിരി തീരുമാനമാളിയാ. പിന്നെ വാഴാണിയുമ്പോ ചീലം നനയൂലോ? അതെനിക്ക് മനസ്സിലായില്ല. അളിയാ, നിന്റെ കാര്യം കഴിയുമ്പോ ആ ഗോൾ പോസ്റ്റിൽ ഞാനൊരു ഗോൾ അടിച്ചോട്ട് അളിയാ. പ്ലീസ് അളിയാ. ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല അളിയാ. ഓക്കെ ഓക്കെ, സെറ്റ്. ഇതൊരു വെട്ടിച്ചില് കളിയായിരിക്കും അളിയാ. കോട്ടിക്കൈ. ആരടാ വരുമെന്ന് പറഞ്ഞേ? അത് ആംബ്രു. ആൻറ്റി ആംബ്രു. ആൻറ്റികളെ മാത്രം വളച്ചൊടിക്കുന്ന ആംബ്രു. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. അപ്പനാ. ഹലോ. എടാ മോനെ, നീ രാവിലെ ഒന്നും കഴിക്കാതെയല്ലേ പോയെ? ഇവിടെ നല്ല ഒന്നാതിൽ അപ്പവും താറാവ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടാ ഒന്ന് കഴിച്ചു പോടാ. എന്റെ പൊന്നപ്പ ഒന്ന് വെച്ചിട്ട് പോ. എനിക്കങ്ങ് വേണ്ട. പൊന്നപ്പനോ? നമ്പർ മാറിപ്പോയോ? അപ്പനായിപ്പോയി. അല്ലെങ്കിൽ വല്ല ആക്രക്കാർക്കും തൂക്കി കൊടുക്കായിരുന്നു. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. എന്താ കാണിക്കണേ? എടാ, എന്റെ ഫോൺ കാണുന്നില്ല. ചായക്കടയിൽ മറന്നു വെച്ചു തോന്നണേ. പുഷ്പ എന്ന് പറഞ്ഞ അതല്ലേ ഈ ഇരിക്കണത്, ഫയറാടാ. ആംബ്രുവാ. എടുക്കടാ. ഹലോ ആംബ്രു, പറയടാ. കിട്ടിയായിരുന്നോ? സംഗതി കിട്ടുമോ? ഓക്കെ അല്ലേ? ഓക്കെ കേട്ടെ, ശരി. ജോണേ, ആംബ്രു വരില്ല. ബട്ട്
എന്തും റെഡിയാക്കുന്ന ഒരാളെ അവൻ റെഡിയാക്കിയിട്ടുണ്ട്. 10 മുത്തുജീവിയെ ഞാൻ അവന് വാഗ്ദാനം ചെയ്തേക്കണേ. ആരാള്? മാമച്ചൻ. വെറും മാമച്ചനല്ല, മാമച്ചൻ. അപ്പൊ കറക്റ്റ്. ആ മാമയല്ല ഈ മാമ. എന്തായാലും മാമയല്ലേ? അതെ, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാമയല്ല. എന്റെ പൊന്നു മാമ, എന്തെങ്കിലും ഉറപ്പിക്കുക. മാമൻ, അതായത് അമ്മാവൻ എന്നുള്ള മാമയല്ലേ അത്. ഓ, ആന്നേ. പിന്നെ ഈ നാറുകളെല്ലാം മാമാന്ന് വിളിച്ചത് അങ്ങനെയായി പോയി. അതെ, ഇവിടെ തന്റെ പേരിൽ ചെലങ്ങൊന്നും നടക്കണേ. താൻ വന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക. ഒന്ന് പടക്കാതിരിക്ക. ഇപ്പൊ ഇവനെക്കായും നിർത്തി നിനക്കാണല്ലോ. ഒരു സോളാരം കൂടെ കുടിച്ചാലോ? എനിക്കങ്ങ് വേണ്ട. അന്നാ എനിക്ക് വേണം. അതെ, പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. കുട്ടനല്ലൂർ കുട്ടിമാണി, ഓമല്ലൂർ ദാക്ഷായണി, മൂവാറ്റുപുഴ ജാനു, കൂത്താട്ടുളം കുമാരി. എന്റെ പൊന്നു മാമ, ഇതുപോലത്തെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനത്തെ അല്ല നമുക്ക് ആവശ്യം. ശില്പ ഷെട്ടിക്ക് അനുഷ്ക ഷെഡിയിലുണ്ടായൊരു പീസ്. അങ്ങനെ ഒരു ഷെഡിയാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഷഡ്ഡി അല്ല മാമ, ഷെട്ടി. എങ്കിൽ കമോൺ. നാരങ്ങ വെള്ളത്തിന്റെ പൈസ കൊടുത്തിട്ടില്ല. തുടക്കം തന്നെ മൂഞ്ചി. ഇയാളെ കൊണ്ടൊക്കെ വല്ലതും നടക്കൂ? നമുക്ക് നോക്കാം. ചിലപ്പോ കുപ്പത്തണ്ടിയിലും മാണിക്കും കണ്ടാലോ. ഹലോ, എന്നാപ്പാ? എടാ മോനെ പപ്പാ, ആ, കക്കൂസിൽ ഫയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിന്റെ തള്ള കാണാതെ ഞാൻ ആ സാധനം എടുത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട്. താങ്ക് യു അപ്പാ. താങ്ക്സ് കൊണ്ടൊന്നും കാര്യമില്ല. പ്രത്യുപകാരമായിട്ട് വൈകുന്നേരം ഒരു പൈൻറ്റിങ് മേടിച്ചോണ്ട് വന്നേക്കണം. ആ, വൈകിട്ട് പാൻറ് വെച്ചിട്ട് വരാം. അപ്പനാ, ആ വേണമെങ്കിൽ നേരം പോകില്ല. അപ്പുറം ഒന്ന് വായിച്ചോ. ഓ അതോ, ആ ദിവസം പഴയതാണ്. ഒന്ന് വെക്കപ്പാ, വെച്ചിട്ട് പോ. ശരി. എടാ പാപ്പേ, വണ്ടി അടുത്തോട്ട് വിട്. പാപ്പയല്ലടോ, പപ്പൻ. എപ്പോഴാ വിചാരമുള്ളൂ കൊച്ചു കള്ളൻ. അല്ല, നമ്മളിത് അങ്ങോട്ടേ പോണേ? ഇതാ എത്തി കിഡിലും പിസ. വണ്ടി ഇപ്പൊ തട്ടി പീസാണ്ടിരുന്നാ മതിയായിരുന്നു. അതെ, ഈ കാടിന്റെ നിലക്കിട്ട് രചിക്കാൻ ഇവനെന്താ ഋഷിസിംഗനാ? പക്ഷെ വരുന്നത് ശകുന്തളയാ. ശകുന്തള അല്ലടോ, വൈശാലി. അപ്പൊ ഈ ശൃംഗന്റെ ജോഡി ശകുന്തളയല്ലേ? അല്ല, വൈശാലിയാ. നിർത്ത്. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. സാധനം എന്തിയേ? സാധനം കയ്യിലില്ലേ? അതല്ല, പെണ്ണെന്തിയേ? ദാ നോക്ക്. ഹായ്. എന്താ പേര്? ശകുന്തള. ഞാൻ ദുഷ്യന്തൻ. നിങ്ങൾക്ക് ഈ സാധനത്തിനാണ് കിട്ടിയത്? കുറച്ചുകൂടെ നല്ലതിനെ കിട്ടില്ലേ? ഇതിനെന്താ കുഴപ്പം? എനിക്കിത് പോരാ. ഇത് ഒരുമാതിരി ഷക്കീലേക്ക് രേഷ്മയിലുണ്ടായതുപോലെ. എന്താ ഉറപ്പിക്കണ്ടേ? നീ ഉറപ്പിച്ചോ, എനിക്കെങ്ങും വേണ്ട. എന്നെ പറയണേ. ജോണെ, കണ്ടിട്ട് വല്ല കിടലും സാധനം തോന്നൂടാ. തോന്നുന്നതല്ല, അതെ. എനിക്കുണ്ട് എമ്മത് സാധനത്തെ ഒന്നും. ബെസ്റ്റ്. എന്റെ കാറിൽ ഞാൻ കേട്ടില്ല. എന്റെ കാറിൽ ഇരിക്കാനുള്ള യോഗ്യത ഇവൾമാരെ ചന്തിക്കില്ല. എന്നാ പിന്നെ നിന്റെ കാറിൽ കയറാന്ന് യോജിക്ക് വേണ്ടി അവളെ ചന്തിൽ ഞാൻ ഡിഗ്രി കിട്ടി പഠിപ്പിക്കണം. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതിന് വേണ്ട. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു ഓ, ഒരു പൂഷിനുള്ള ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തേ പൂശാത്തത്? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതിപ്പോ വണ്ടി ഇപ്പൊ പശുവിനെ ഇടിച്ചേനെ. താനെന്താടാ കിണിക്കണേ? എനിക്ക് സണ്ണി ലിയോൺ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു. സണ്ണി ലിയോണോ? ആ അതേന്നേ. ഒന്ന് കാണിച്ചാ നോക്കട്ടെ. നോക്ക്. നോക്കടാ ചോടോ, സണ്ണി ലിയോൺ മെസ്സേജ് അയച്ചു. എടാ മണ്ണം മാവച്ച, ഇത് സണ്ണി ലിയോണൊന്നും അല്ല. ഇത് സണ്ണി ലിയോന്റെ പടം വെച്ചുള്ള ഫേക്കാ. തന്നെ പോലുള്ള മണ്ടന്മാരാ സോഷ്യൽ മീഡിയ വഴി പറ്റിക്കപ്പെടുന്നത്. അതിന്റെ കുറ്റം സോഷ്യൽ മീഡിയക്കും. എന്റെ പള്ളി AC കൂട്ടിയിട്. കൂട്ടിയിട്ട് കൊറടാ, അടിപൊളി ഒന്ന് തണുക്കട്ടെ. എന്താടാ? എടാ, എനിക്ക് പെട്ടെന്നൊരാഗ്രഹം. എന്ത്? ഡബിൾസ് വെക്കണം. ഡബിൾസ്? ഇവിടെ ഓർണത്തിന് പോലും കിട്ടണില്ല. അപ്പഴാ അവന്റെ ഒരു 2 എണ്ണം. നിന്റെ പേര് ജോൺ എന്നല്ലേ, അല്ലാണ്ട് ജോണി സിൻസല്ലോ. ദാ മുഖം ഒന്ന് കഴുകുക, അല്പം ഫ്രഷ്നസ് കിട്ടും. എനിക്കൊന്നും വേണ്ട. അതെ, ഈ ഡബിൾസ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? 2 ഗേൾസ്. വഴിയുണ്ടാക്കാം.
ആദ്യം ഒരു സോഡാരം വെള്ളം കുടിക്കാം. സെറ്റാണോ? ഓക്കെ. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. ആ പറയപ്പാ. നീ ഉച്ചയ്ക്ക് ചോറിനൊന്നും വരില്ലടാ. ഇവിടെ നല്ല ഒന്നാം തരം താറാവർച്ചും ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നപ്പ, ഞാനിപ്പോ ചോറുണ്ണാൻ പറ്റിയ അവസ്ഥയിലല്ല. എന്നെ ഇങ്ങനെ എപ്പോഴും വിളിക്കാൻ വേണ്ടി അപ്പനെന്റെ കാമിയൊന്നല്ലോ. എന്റെ പൊന്നപ്പ ഒന്ന് വെക്കപ്പാ. ഓ, വല്ല വാഴയും വെച്ചാൽ മതിയാവും. സെറ്റ്, എല്ലാം സെറ്റ് ആണോ? ആ, ഡബിൾസോ? ഡബിൾസ്. എവിടെ? നല്ല ബംഗ്ലാവ് പോലെ ചെറിയ വീട്. മാമ, സസ്പെൻസ് ഇട്ടൊരു കാര്യം പറ. സൂപ്പർ സാധനങ്ങളാ. അമ്മയും മോളും. ഞാൻ കലക്കും. വാ വാ, കാത്തിരിക്കായിരുന്നു. ആ കേറിയിരിക്ക. അമ്മ കൊള്ളാം. ആ ഇരിക്കും. ഇരിക്കണ പിള്ളേരെ, നമ്മുടെ സ്വന്തം വീടാ. ബ്രോക്കറാണല്ലേ? അല്ല, മാമയാ. ഓ, ചെറുക്കന്റെ മാമൻ. ആ അല്ല, ചെറുക്കൻ എന്താ ജോലി? അല്ല, ജോലി അറിയേണ്ട കാര്യം എന്താ ഇതിനൊക്കെ? ജോലിയുണ്ടല്ലോ. എനിക്ക് ബിസിനസ്സാ. ഞാൻ പാർട്ട്ണറാ. തീറ്റയുടെ ആയിരിക്കും. ഞാൻ പോണോ മാമേ? നീ പോടാ പാപ്പേ. പാപ്പയല്ല, പപ്പൻ. എന്റെ പപ്പ വരെ എന്നെ പപ്പാന്ന് വിളിക്കുള്ളൂ. പോടോ ബ്ലഡ് ഫുൾ മാമേ. ഉള്ളത് പറയാലോ, എനിക്ക് ഒറ്റ മോളാ. BSc കഴിഞ്ഞു. ഏതാ വിഷയം? ബയോളജി. അപ്പ കുഴപ്പമില്ല. അങ്ങേര് നേരത്തെ പോയി. ഞാൻ കഷ്ടപ്പെട്ട എൻ്റെ മോളെ വളർത്തിയത്. അതിനിവിടെ പ്രസക്തി ഇല്ല. ഹാ, ഞാൻ ഓരോന്ന് പറഞ്ഞ് സമയം വെറുതെ കളഞ്ഞു. ഞാൻ മോളെ വിളിക്കാം. ആ, വിളിക്കേ. മോളെ. കാല് കൊള്ളാം, മോളും കൊള്ളാം. പണി പാളിയോ? ആ എടുക്ക. എടുത്തു. ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ഹലോ പീറ്ററേ, നൈസായിട്ട് വീട് മാറിയോ എന്നൊരു സംശയം. ആ തൈക്കാവിന്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 4ാമത്തെ വീടല്ലേ? ഇടത്തോട്ടല്ലടോ, വലത്തോട്ട്. വലത്തോട്ടോ? ആ ബെസ്റ്റ്. നൈസായിട്ടൊരു പണി കിട്ടി. എന്നെ വിട്ടപ്പോഴേ ഞാൻ കരുതിയത് ഇങ്ങനെ ഓക്കെ, ഐ വിൽ മാനേജ് ഇറ്റ്. ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ കേട്ടോ. അതെ, ഉണ്ടോ? അതിനു മുമ്പ് നമുക്കൊന്ന് സംസാരിക്കാം. ഏ? വാ. ചേട്ടന്റെ പേരെന്താ? ബേബി പപ്പൻ. ചേട്ടന്റെ അല്ല, ഈ ചേട്ടന്റെ. എടാ ഓടിക്കോടാ, വീട് മാറിപ്പോടാ. പയ്യെ ചവിട്ട്, മിച്ചിരി താഴെ പോവും. ചായ ഇപ്പൊ പോയേനെ. ഇയാളെയും കൊണ്ടൊന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. നിനക്കല്ലായിരുന്നു ഓവർ ഞാൻ കോൺഫിഡൻസ്. എന്ത് ചെയ്യാനാ, വീട് മാറിപ്പോയതല്ലേ. താൻ മിണ്ടരുത്. താൻ മിണ്ടിയ കാറിന്റെ കീറെടുത്ത് തന്റെ വായിലേക്ക് കുത്തിക്കയറ്റും. ബ്ലേഡി മാമാത്തണ്ടി. അയ്യോ, അതെന്തുവാ? നിർത്ത്, നിന്റെ ചൂടൊന്ന് കുറയ്ക്ക്. എന്നാ മുഖം ഒന്ന് കഴുകുക, ഒന്ന് കൂളാവട്ടെ. എനിക്ക് വേണ്ട. ഞാൻ നിന്റെ ചങ്കാണ്, അല്ല ചന്തിയല്ല എപ്പോഴും കഴുകുന്ന പറയാൻ. ഞാനൊരു കാര്യം പറയട്ടെ. താനിന് മിണ്ടിയിട്ടില്ല, തന്റെ വായിലെ പടക്കം വെച്ച് കുട്ടിക്കും. എനിക്കൊരു സോഡാരം വെള്ളം കുടിക്കണം. തനിക്കൊരു കുന്തവും വാങ്ങിച്ചതില്ല. ഇതിനും മാത്രം നാരങ്ങുണ്ടോ ഇന്ത്യയില്? ഡാടാ അടങ്ങടങ്ങ. എന്ത് വില കൊടുത്തും പൂശാനുള്ള സാധനം നിങ്ങൾക്ക് ഞാൻ റെഡിയാക്കി തന്നിരിക്കും. അതെ, ഇത് നല്ല മൂടുള്ളപ്പോ കിട്ടണം, അല്ലാണ്ട് കൊന്തങ്കല്ല് കളിക്കാനല്ല. പൂശാനാ വണ്ടി അറിയാ. വണ്ടി ആ സാമേ. വരൂ വത്സ, എത്ര നാളായി നോം നിന്നെ ഒന്ന് കണ്ടിട്ട്. ആകെ തിരക്കിലായി പോയി സാമി. നോമും അല്പം തിരക്കിലായിരുന്നു. ഒന്ന് കൈലാസം വരെ പോയി. അവിടെയാണോ സാമിയുടെ ഭാര്യ വീട്? ഏതാടാ ഈ വേട്ടവിളിയൻ? അതാണ് സ്വാമി ഭൂതാനന്ദ സരസ്വതി. ഭൂതാനന്ദ സരസ്വതി എന്നും പറയും. എന്നെ ഒന്ന് രക്ഷിക്കണം സ്വാമി. രക്ഷിക്കാനാണല്ലോ നോം ഇടിയിരിക്കുന്നത്, അല്ലാതെ ഏത്തപ്പഴം പുഴുങ്ങാനല്ലോ. ഒരു സ്വാമിയുടെ വായിന്ന് വരുന്ന വർത്താനാണോ ഇത്? നീ വന്ന കാര്യം പറയൂ വത്സ. സ്വാമി ഇടയ്ക്കിടയ്ക്ക് ഈ വത്സ എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റെന്തൊക്കെയോ ഓർമ്മ വരുന്നു. എൻ്റെ ഉള്ളിലും അത് തന്നെയാ. നീ വന്ന കാര്യം പറ.
വഴിയുണ്ടാക്കാം. ഇത് മതി. ആ സ്വാമി പറഞ്ഞ പ്രകാരം ഇപ്പൊ ഫീൽഡിൽ ഇറങ്ങിയൊരു കിഡിലം സാധനമുണ്ട്. പേര് നീന. കിടിലാണെങ്കിൽ അത് മതി, ഡബിൾസ് ഒന്നും വേണ്ട. എന്നാ വിട്ടു വണ്ടി വീണയുടെ എടുത്തോട്ട്. വീണയല്ലടാ, നീന. ദേ, അതാണ് നീന. അളിയാ ഇത് ഓക്കെയാണ്. നിനക്കിത് എന്ത് പറ്റി? ഏ നല്ല കിടിലൻ സാധനം. ഓക്കെ ആണെങ്കിൽ വണ്ടി അടുത്തേക്ക് വിട്. ആ കേറിക്കോ. കുട്ടിയുടെ പേരെന്താ? നീന. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അത് താനല്ലേ പറഞ്ഞ, കുട്ടി പറഞ്ഞില്ലോ. ആര് പറഞ്ഞാലും നീന എന്ന പേര് നീന തന്നെയല്ലേ. സാമന്തി ഒന്നും ആവൂല്ലോ. താനൊത്തിരി തക്കടിക്കല്ലേ, താൻ അതിനുള്ള വയസ്സില്ല. വോയിസോ? ആ അതെന്നെ മാക്സിമം നേരത്തെ വിടുവോ? മോൾ സ്കൂൾ വിട്ട് വരാൻ നേരായി. അവള് വീട്ടിൽ തനിച്ചേ ഉള്ളൂ, അതാ. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 4th സ്റ്റാൻഡേർഡ്. അല്ല നിനക്കിത് എന്ത് പറ്റി? ഏ ഒന്നുമില്ല. ആ അമ്മു, നീ വന്നോ? ആ മോളെ, നാരായണൻ്റെ കടയിൽ പോയിട്ടേ ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് കഴിച്ചോട്ടോ. അമ്മ വരുമ്പോൾ പൈസ തരുമെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് മോള് വീട്ടിൽ പോയിരുന്നോ? അമ്മ വേഗം വരാട്ടോ. സാറുമാരൊന്ന് വേഗമായിരുന്നെങ്കിൽ. വേഗം ആവട്ടെ. നീ എന്തിനാണ് നോക്കിയേക്കണ? ഇത്ര നേരം നിനക്കല്ലായിരുന്നോ തിടുക്കം? വണ്ടി എടുക്ക്. നീ എന്താ ഇവിടെ? ഓ, അപ്പൊ നിങ്ങക്കെന്നെ മനസ്സിലായില്ലേ? നീ എന്താ ഇങ്ങനെ? എങ്ങനെ? ഈ ഒരു സാഹചര്യത്തിൽ? അതൊന്നും അന്വേഷിക്കണ്ട സാർ, എന്നെ വേഗം പറഞ്ഞുവിടാൻ നോക്ക്. നീ എന്താ വിളിച്ച? സാറിനോ? ഇനി ഞാൻ എന്താ വിളിക്കണ്ടേ? എനിക്കിത് പറഞ്ഞു തരൂ. നീ എന്താ ഇങ്ങനെയെന്ന് ഏതൊരു വേശിക്കും പറയാനുള്ള സ്ഥിരം കഥ. പട്ടിണി, ദാരിദ്ര്യം, ഒറ്റപ്പെടൽ. എന്നാലും നീ ഒരിക്കലും ഇങ്ങനെ ആരുതായിരുന്നു നീനെ. ആ അമ്മു. അമ്മ പറ്റുവാശ തീർക്കാതെ കടയിൽ നിന്നൊന്നും തരില്ലെന്ന് നാരായണേട്ടൻ പറഞ്ഞു. ആ അമ്മ വിളിക്കാട്ടോ. വിശക്കുന്ന സ്വന്തം കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത ഞാൻ എന്താണ് ജോണെ ചെയ്യേണ്ടത്? ഏത് ജോലിക്ക് എന്നാലും അവസാനം അവിടെയെല്ലാം വിലയിടുന്ന എൻ്റെ ശരീരത്തിനാണ്. അങ്ങനെ ഒടുവിൽ എൻ്റെ ശരീരത്തിന് ഞാൻ തന്നെ വിലയിടാൻ തുടങ്ങി. PG കഴിഞ്ഞ് B.Ed ഒക്കെ എടുത്തിട്ട് ടീച്ചറാണോന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം. ആഗ്രഹം ഒരു വഴിക്ക്, ജീവിതം മറ്റൊരു വഴിക്ക്. ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാടുണ്ട് ജോണെ. അത്താഴപ്പട്ടണിക്കാർക്ക് ആഗ്രഹിക്കാൻ യോഗ്യതയില്ല. എന്നാലും നമ്മൾ ഒരുമിച്ച് എത്ര സ്വപ്നങ്ങൾ നെയ്താ നീ. ഞാനതൊന്നും ഓർക്കാറില്ല ജോണെ. ഇപ്പം എൻ്റെ മനസ്സിൽ ഒരു മുഖമുള്ളൂ, എൻ്റെ കുഞ്ഞിൻ്റെ മുഖം. ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അവളെ നന്നായിട്ട് വളർത്തണം. പട്ടിണിയൊക്കെ വലുതല്ല ജോണെ, സ്വപ്നങ്ങൾ. നിന്റെ ഹസ്ബൻഡ്? എനിക്ക് പോകണം, ഞാൻ പോട്ടെ ജോണെ. ആ പോകാം.
എന്താ മോളുടെ പേര്? അനാമിക, അമ്മൂന്ന് വിളിക്കും. വേണ്ട. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഇനി മേലാൽ ഈ തൊഴിലിന് പോകരുത്. ആരാ അമ്മേ അങ്കിള്? മോൾ എപ്പോഴും ചോദിക്കാറില്ലേ മോളുടെ അച്ഛൻ ആരാന്ന്? ആ പോയതാ മോളുടെ അച്ഛൻ. എടാ പപ്പ, ഞാൻ ഈ ഉടായ്പ പരിപാടിയെല്ലാം നിർത്തിയടാ. ഇനി ബിസിനസ്സൊക്കെ നോക്കി മര്യാദയ്ക്ക് ജീവിക്കണം. അപ്പൊ ഞാൻ ഇനി പണിയെടുത്ത് ജീവിക്കണമെന്ന് സാരം.